الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. أزفت الآزفة ليس لها من دون الله كاشفة. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ഇഖ്ലാസോടുകൂടി നടപ്പാക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വർഷത്തെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നാം. ഒരു വിശ്വാസിയുടെ മനസ്സിൽ ദുഃഖവും സന്തോഷവും സമ്മിശ്രമായി പ്രതിഫലിക്കുന്ന ഒരു വെള്ളിയാഴ്ച. ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരണം
ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകും. നിരവധി മണിക്കൂറുകൾ ജീവിതത്തിൻ്റെ ഭൗതികമായ സംതൃപ്തിക്ക് വേണ്ടി, അതും നശ്വരമായ സംതൃപ്തിക്ക് വേണ്ടി, സുഖത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ് നാം. എപ്പോഴെങ്കിലും ദീർഘമായ അത്തരത്തിലുള്ള സമയമല്ലെങ്കിലും ജീവിതത്തിൽ ഒരിത്തിരി നേരമെങ്കിലും ശാശ്വതമായ എൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി ചെലവഴിക്കുവാനുള്ള മനക്കരുത്ത് നേടിയായിരിക്കണം ഈ വെള്ളിയാഴ്ച നാം പിരിഞ്ഞു പോകേണ്ടത്. എനിക്ക് ഓർമ്മ വരുന്നത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ ഒരു കഥയാണ്. അദ്ദേഹം ഒരു രാജാവിൻ്റെയും 3 മന്ത്രിമാരുടെയും കഥ പറയുന്നുണ്ട്. ഒരു രാജാവിന് വളരെ പ്രഗത്ഭന്മാരായ 3 മന്ത്രിമാരുണ്ടായിരുന്നു. ഒരു ദിവസം പൊടുന്നനെ രാജാവ് മന്ത്രിമാരെ വിളിച്ചു. എന്നിട്ടൊരു വലിയ കീസ് കൊടുത്തു, ചാക്ക്. രാജാവ് പറഞ്ഞു, എൻ്റെ ഈ പാലസിന് ചുറ്റും നിറയെ തോട്ടമാണ്. വിവിധ ഇനം പഴങ്ങളുണ്ട് ആ തോട്ടത്തിൽ. നിങ്ങൾ 3 പേരും ഈ കീസ് നിറയെ പഴങ്ങൾ ശേഖരിക്കണം. മന്ത്രിമാർക്ക് കൗതുകമായി. ഇതെന്താ, ഒരു തോട്ടപ്പണിക്കാരൻ്റെ പണി ഏൽപ്പിക്കുന്നു മന്ത്രിയെ എന്ന്. 3 മന്ത്രിമാരിൽ 1-ാമത്തെ ആൾ ഉടനെ ഇറങ്ങി. മന്ത്രിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, രാജാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം അറിയുന്നവരാണ് മന്ത്രിമാർ. രാജാവിന് ഇഷ്ടമുള്ള നല്ല പഴങ്ങൾ വളരെ പ്രയാസപ്പെട്ട് പാലസിന് ചുറ്റുഭാഗവുമുള്ള തോട്ടത്തിൽ നിന്ന് ഇയാൾ ശേഖരിച്ചു. ഒരു കീസ് നിറയെ പഴമായി. 2-ാമത്തെ മന്ത്രി അയാളിങ്ങനെ തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു. കൈകൊണ്ട് കിട്ടണമൊക്കെ അയാൾ പറിച്ച്, പിന്നെ കുറേ നിലത്തൊക്കെ വീണ് കിടക്കുന്നുണ്ട്, അതും അയാൾ എടുത്തു. എന്നിട്ട് കീസ് നിറച്ചു. അയാളെ കീസ് നിറഞ്ഞു. 3-ാമത്തെ മന്ത്രി വിചാരിച്ചു, ഇതൊരു വല്ലാത്ത ആവശ്യമാണല്ലോ ഈ രാജാവ് പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാ, രാജാവ് ഈ കീസ് തുറന്നു നോക്കലൊന്നും ഉണ്ടാവില്ല. പുള്ളി ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. കാര്യം ചെയ്യാം, ഞാൻ കീസാണ് നിറക്കാം എന്ന് വിചാരിച്ച് രാജാവ്, ഈ 3-ാമത്തെ മന്ത്രി ഈ കീസിൽ നിറച്ചു. എന്താ നിറച്ചതെന്ന് മൂപ്പരും ചിന്തിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല. കുറേ ചണ്ടിയും കുറേ ചീഞ്ഞതും കുറേ നല്ലതും കൂടിയിട്ട് നിറച്ചു. പിറ്റേ ദിവസം രാജാവ് പട്ടാള മേധാവിയെ വിളിച്ചു, ഒരു ഓർഡർ കൊടുത്തു. 3 മന്ത്രിമാരെയും 3 മാസം വ്യത്യസ്തമായ സെല്ലുകളിൽ പാർപ്പിക്കണം, ജയിലിൽ പാർപ്പിക്കണം. പുറം ലോകവുമായി അവർക്കൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. ഒന്നും അവർക്ക് കൊടുക്കാനും പാടില്ല. തിന്നാനും കുടിക്കാനും ഒന്നും കൊടുക്കാനും പാടില്ല. എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യത്തെ മന്ത്രി തടിച്ച് കൊഴുത്ത് കുട്ടപ്പനായി തിരിച്ചു. കാരണം അയാളുടെ കേസിലുള്ള നല്ല സാധനങ്ങളായിരുന്നു. 2-ാമത്തെ മന്ത്രി ഒരു ജീവച്ഛവമായി തിരിച്ചു വന്നു. കാരണം കുറേ നല്ലതുണ്ട്, കുറേ ചീത്തയുണ്ട്. കുറച്ചൊക്കെ തിന്നാൻ പറ്റി, കുറച്ചൊക്കെ ചീഞ്ഞപ്പോഴേക്ക് നാശമായി, കുറേ ദിവസം തിന്നാൻ കിട്ടാതെയായിപ്പോയി. അങ്ങനെ 3-ാമത്തെ മന്ത്രി 1 മാസമായപ്പോഴേക്ക് ചത്തുപോയി. കാരണം അതിൽ തിന്നാൻ പറ്റി കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മനുഷ്യന് തിന്നാതെ
അല്ലെങ്കിൽ കുടിക്കാതെ ജീവിക്കാൻ പറ്റിയ സമയത്തിനൊരു പരിധിയുണ്ടല്ലോ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി കഥ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, വലാകിൻ ഗദൻ عندما يأمر ملك الملوك أن تسجن في قبرك. മനുഷ്യരെ ചിന്തിച്ചു നോക്കൂ, നാളെ എല്ലാ രാജാക്കന്മാരുടെയും രാജാവ് ഖബറെന്ന വീട്ടിൽ നിങ്ങളെ ബന്ധനത്തിലാക്കിയാൽ في ذلك السجن الضيق المظلم وحدك, ഏകാന്തമായ ഇരുട്ടുള്ള വീട്ടിൽ നീ ഒറ്റക്കായിരിക്കും. മാതാ തഅതഖിദു സൗഫ യൻഫഉക, എന്താണ് നിനക്ക് ഫലം ചെയ്യുക അവിടെ? ഗൈറ തയ്യിബാത്തിൽ അഅമാൽ അല്ലതി ജമഅതഹാ ഫി ഹയാതിക ദുനിയ, നിന്റെ ദുനിയാവിലെ ജീവിതത്തിൽ നീ പ്രവർത്തിച്ച നല്ല പ്രവർത്തനങ്ങളല്ലാതെ. അതുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നു ആ കഥ ഇങ്ങനെ, ലനഖിഫ് അൽആൻ മഅ അൻഫുസിനാ, സഹോദരന്മാരെ, ഇപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് നിൽക്കാം, നമുക്കൊന്ന് ആലോചിക്കാം. മാദാ സനഫ്അലു ഗദൻ ഫീ സിജ്നിനാ, നാളെ നമ്മുടെ ആ ജയിലിൽ നമ്മൾ എന്ത് ചെയ്യും? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമുക്കൊന്ന് ആലോചിക്കാം. ഇന്ന് നമ്മൾ ആലോചിക്കേണ്ട ഗൗരവമുള്ള വിഷയം അതാണ്. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഏത് മന്ത്രിയുടെ കൂട്ടത്തിലായിരിക്കും നമ്മൾ? ഖബറിനെ കുറിച്ച് വിവരിക്കേണ്ടതില്ല, നമ്മളൊക്കെ അത് കണ്ടവരാ. ഖബറൊരു വല്ലാത്ത വീടാ. ബർസഖിയായ ജീവിതത്തിലെ ഒന്നാമത്തെ ഘട്ടം. ബർസഖ് എന്ന് പറഞ്ഞാൽ മറ എന്നാണ് അർത്ഥം. ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്നൊരു മറയിലേക്ക് പോവുകയാണ് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം. സഹോദരന്മാരെ, നമുക്കറിയാം ലൈവുകളുടെ കാലഘട്ടമാണിത്. എല്ലാം ലൈവായിരിക്കണം മനുഷ്യന്, അല്ലേ? വാർത്ത വായിക്കുമ്പോൾ ടി വിയിൽ നോക്കിയിട്ട് മനുഷ്യന്മാരുടെ കമൻ്റാണ് എന്ത്, ഇത് കുറേ മുമ്പത്തെ പിക്ചറാണല്ലേ. എല്ലാവർക്കും വേണ്ടത് ലൈവാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. സ്മാർട്ട് ഫോണിൽ ഒരു ചെറിയ സമയം നെറ്റ് കണക്ഷൻ പോയാൽ മനുഷ്യൻ അസ്വസ്ഥനാവുകയാണ്. ഭയങ്കര പ്രശ്നമാണ് മനുഷ്യന്. നെറ്റ് കണക്ഷൻ പോവുക എന്നുള്ളത് ആലോചിക്കാൻ വയ്യ. ഒരു വൈഫൈ ഇല്ലാത്ത സ്ഥലത്താണ് എന്നെ കൊണ്ട് ചെന്ന് ഇട്ടത് എന്നാ പറയാം. അങ്ങനെയൊക്കെയായി മനുഷ്യൻ ഇന്ന് തിന്നാനും കുടിക്കാനും ഒക്കെ കിട്ടുന്നതിനേക്കാൾ അത്യാവശ്യമുള്ളതാണ് വാട്സപ്പും ഫേസ്ബുക്കും പിന്നെന്തൊക്കെ ഉണ്ടല്ലോ, സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകളൊക്കെ. എന്താ വിഷയം? നിരന്തരമായുള്ള ഈ കണക്ഷനൊന്നും വേർപ്പെട്ടിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ വയ്യ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു ഗൗരവമുള്ള വിഷയമുണ്ട്. ഞാൻ ഈ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകളെ കുറിച്ച് പറഞ്ഞത് അതിലെ തെറ്റും ശരിയും പറയാനല്ല, അതൊക്കെ എന്നേക്കാൾ അറിയുന്നവരാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞത് 1-2 മണിക്കൂർ ഈ വക സാധനങ്ങളൊന്നുമായും ബന്ധമില്ലാത്ത, ഒരു നെറ്റ് കണക്ഷൻ ഇല്ലാത്ത, ഒരു വൈഫൈ കണക്ഷൻ ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത നാം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവുമായി ഇത്തരത്തിൽ എപ്പോഴെങ്കിലും ഒരു കണക്ഷൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് വല്ല ബേജാറുണ്ടോ? എൻ്റെ സഹോദരന്മാരെ, ഈ മാതിരിയുള്ള എല്ലാ സാധനങ്ങളുമായുള്ള കണക്ഷനുകളെക്കാൾ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒന്നാമത്തെ കണക്ഷൻ ഏതാണെന്നറിയോ? നമ്മുടെ റബ്ബുമായുള്ള ആ കണക്ഷൻ. സിലത്തുൻ ബൈനൽ ആബിദി വ റബ്ബിഹി. അതൊരു വല്ലാത്ത നെറ്റ് കണക്ഷനാണ്. എല്ലാവർക്കും ഒന്നും കിട്ടൂലേ.
അതിന് വലിയ മുടക്കുണ്ട്. റബ്ബുമായുള്ള ആ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ വലിയ മുടക്കുണ്ട്. എല്ലാവർക്കും ഒന്നും കിട്ടൂല. എല്ലാ സ്ഥലത്ത് താമസിച്ചാലും അത് കിട്ടൂല. കാരണം ആ കണക്ഷൻ എല്ലായിടത്തും ഒന്നും ഉണ്ടാവില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ ആ കണക്ഷന്റെ ശക്തിയുള്ള ആരംഭം നാം കാണുന്നത് സൗർ ഗുഹയിലാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അത്. സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും രണ്ടാളുള്ളൂ. പക്ഷെ അവിടെയും ആ കണക്ഷൻ ഉണ്ടായിരുന്നു. ജനവാസമൊന്നുമില്ലാത്ത ഒരു സ്ഥലം, അവിടെയും പടച്ചിറപ്പുമായുള്ള നെറ്റ് കണക്ഷനുണ്ട്. അവിടെ നമ്മൾ കണ്ടു റസൂലുള്ള അബൂബക്കർ സിദ്ദീഖിനെ സമാധാനിപ്പിക്കുന്നത് ആ കണക്ഷൻ പറഞ്ഞിട്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ യാ സലാം. കൊടുങ്ങൂല. എന്താ? നല്ല ഒരു ഹൈ പവറുള്ള കണക്ഷൻ നമ്മുടെ കൂടെയുണ്ട്. അതാണ് അല്ലാഹ്. അല്ലാഹ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ എപ്പോഴെങ്കിലും, പ്രയാസങ്ങളിൽ എപ്പോഴെങ്കിലും, കുടുങ്ങിയിട്ടുള്ള നേരങ്ങളിൽ എപ്പോഴെങ്കിലും എൻ്റെ കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ കുടുംബിനിയോടോ മക്കളോടോ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് പറയാവുന്ന ഒരു വിശ്വാസ വിധാനത്തിലേക്ക്, അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ ഉയർച്ചയിലേക്ക് എത്താൻ നമുക്കായിട്ടുണ്ടോ? ഇന്നത്തെ നമ്മുടെ ചിന്ത അതായിരിക്കണം. 2, നമുക്കാകണം സാധനം. ഈ 2 നമുക്കാവണം. നമുക്ക് ഒന്നാമത്തെ മന്ത്രിയാകണം ഖബറിൽ. എവിടെയോ ഇവിടെ ഇതാകണം. നമ്മൾ പേടിച്ചു പോകരുത്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ധാരണ, ഞാനൊക്കെ എങ്ങനെ ഇപ്പം അങ്ങനെ ആകുമെന്ന, ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തവനാ. ഗഫാറുന്ന, പുറത്തു തരുന്നല്ല, ധാരാളമായി പൊറുക്കുന്ന ഗഫാർ. പുറത്തു തരും. എല്ലാവരും നല്ല പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് മഗ്ഫിറത്തിന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, അള്ളാഹു തആല ആർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്? നമ്മളെക്കാൾ കടുപ്പമുള്ള ദ്രോഹം ചെയ്തവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്തു തരാണ്ടിരിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിങ്ങിപ്പൊട്ടി കരഞ്ഞ ഒരു സന്ദർഭം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഉഹദ് രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹീദായവരുടെ കണക്കെടുക്കുകയാണ്. അപ്പോൾ റസൂലുള്ള കാണുന്നത് റസൂലുള്ളയുടെ പ്രിയപ്പെട്ട ഹംസയെയാണ്. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഖദീജയ്ക്ക് ശേഷം, അബൂ താലിബിന് ശേഷം റസൂലിന്റെ വലങ്കയും ഇടങ്കയുമായി പ്രവർത്തിച്ച ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജഡം റസൂലുള്ള കാണുന്നത് വല്ലാത്ത വികാരത്തോടുകൂടിയാണ്. അദ്ദേഹത്തിന്റെ ശരീരമതാ ഉഹദിലെ ഒരു മണൽ തിട്ടയിൽ കിടക്കുന്നു. ശരീരം നെടുകെ കീറിയിട്ടുണ്ട്, വയറ് നെടുകെ കീറിയിട്ടുണ്ട്. വയറിനുള്ളിലുള്ള എല്ലാ സാധനങ്ങളും പുറത്ത് കിടക്കുകയാണ്. ഞാൻ മനുഷ്യ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നമ്മളിവിടെ റോട്ടിൽ കാണുന്ന നായക്കുട്ടിനെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മളെ വണ്ടിയൊക്കെ തട്ടിയിട്ട് റോട്ടിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ നായക്കുട്ടി വീണെടുക്കുക നമ്മളെ നാട്ടിലൊക്കെ? അതിനെക്കുറിച്ചല്ല പറയുന്നത്. മഹാനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ജഡവതാ ഉഹദിലെ രണാങ്കണത്തിൽ ശരീരമൊക്കെ വികൃതമായി കിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടുത്ത് ചെന്നിരുന്നു. വല്ലാതെ വിങ്ങിപ്പൊട്ടുന്നു തിരുവേനി. വിവരമന്വേഷിച്ചു. കണ്ടവർ പറഞ്ഞു, ഒരടിമയെക്കുറിച്ച്, വഹ്ശി എന്ന ഒരടിമ, അവനാണിത് ചെയ്തത്. വലിയ ചരിത്ര. നമ്മുടെ വിഷയം ചരിത്രം പറയലല്ല. നമുക്കള്ള പുറത്തു തരും എന്ന് നമ്മൾ ഉറപ്പിക്കണം. അതിനുവേണ്ടി പറയാം. ഈ വഹ്ശിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അവനൊരു അടിമയാണ്. ഹിന്ദെന്ന പെണ്ണ് വഹ്ശിയെ വിലക്ക് വാങ്ങിയതാണ്. ബദറിന് ശേഷമാണ് വാങ്ങിയത്. അവനെ പലതരത്തിലുള്ള അഭ്യാസങ്ങളും പഠിപ്പിച്ചു. കുതിരാഭ്യാസം പഠിപ്പിച്ചു. അവനതറിയില്ല. ആഫ്രിക്കയിലെ കാട്ടുനിന്ന് കൊണ്ടുവന്നതാ വഹ്ശിന്. എല്ലാ അഭ്യാസവും പഠിപ്പിച്ചു. അറബികൾ അങ്ങനെയാണ്. ഒരുപാട് അഭ്യാസങ്ങളുടെ ആളുകൾ അറബികൾ. കണ്ടില്ലേ കുട്ടികളൊക്കെ അങ്ങനെ പലതും അഭ്യസിച്ച് നടക്കുന്നത്? അതാണ് അവരുടെ ഒരു രീതി. ആ ഓരോ രക്തത്തിനും ഓരോ അള്ളാഹ് നമുക്ക് തന്ന ചിലതുണ്ടല്ലോ, ഇവർക്കൊന്നും അറിയാത്ത.